ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പേസ് ഓഫ് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പേജ് നമ്പർ 14 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോ കൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബുക്ക് എടുത്തുകൊണ്ട് വരിക, അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ചെയ്യുക. നമ്മൾ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ 2 ഇക്വേഷൻസ് വെച്ചിട്ടുള്ള സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വായിക്കാം. അതിന് മുമ്പ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്തുവാടാ അറിയാവോ? ഓക്കെ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 26 സെൻറ്റിമീറ്റർ. അനദർ റെക്റ്റാങ്കിൾ വിത്ത് ട്വൈസ് ദ ലെങ്ത് ആൻഡ് ത്രൈസ് ദ ബ്രെത്ത് ഹാസ് പെരിമീറ്റർ 62 സെൻറ്റിമീറ്റർ. വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ? ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, വേറെ റെക്റ്റാങ്കിൾ ഉണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെത്തും വെച്ചിട്ടാണ് മറ്റേ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെത്തും നമ്മൾ പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെത്തുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതൊന്നും നമുക്കറിയാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് ലെറ്റ് ലെങ്ത് ബി എക്സ് ആൻഡ് ബ്രെത്ത് ബി വൈ സംതിങ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ലെങ്ത്തിനെ എല്ലും ബ്രെത്തിനെ ബിയും ആയിട്ട് എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ബട്ട് ആൻസറൊക്കെ ചെയ്യാവുന്നതെല്ലാം സെയിം ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2, നമുക്ക് ഫസ്റ്റ് ലൈനിൽ എന്ത് എഴുതാം? ക്വസ്റ്റ്യന് തന്നിരിക്കുന്നതല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് ദ ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ എത്രയാ? ബി എക്സ് ആയിട്ട് എടുക്കുന്നു ഞാൻ. ഓക്കെ, പിന്നെ സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആൻഡ് ദ ബ്രെത്ത് ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ ബി വൈ. ഓക്കെ, ലെങ്തും ബ്രെത്തും ഞാൻ എക്സും വൈയും ആയിട്ട് എടുത്തു. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 26 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എഴുതാമല്ലോ പെരിമീറ്റർ പി ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് പി ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ. നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് എഴുതാം. എത്രയാണ് നമുക്ക് തന്നേക്കുന്നത്? ഇസ് ഈക്വൽ ടു 26 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിളിൻ്റെ ഫോർമുല നമുക്കറിയാം. എന്തുവാടാ? 2 × L+B. അതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? 26 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലും ബിയും നമ്മളിവിടെ എടുത്തിട്ടുണ്ടല്ലോ. എന്തുവാ? നമുക്ക് എക്സും വൈയും ആയിട്ടാണ് നമ്മൾ എല്ലും ബിയും എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 × എല്ലിന് പകരം നമുക്ക് എന്തെടുക്കാം? എക്സ് എടുക്കാം. സോ എക്സ് പ്ലസ് ബിക്ക് പകരം വൈ അല്ലേ. നമുക്ക് ഈസ് ഈക്വൽ ടു 26. അപ്പോൾ ഈ 2നെ നമുക്ക് അകത്തേക്ക് ഇൻറ്റു ചെയ്ത് കൊടുക്കാമല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തിറക്കുന്ന സാധനത്തിന് അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. സോ ലൈക്ക് നമുക്ക് 2 അകത്തേക്ക് കൊടുക്കാം. അപ്പോൾ എന്താവും? 2x പ്ലസ് 2 × y 2y അല്ലേ. 2x പ്ലസ് 2y ദാറ്റ് ഈസ് ഈക്വൽ ടു 26. അത് നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. കാരണം നമുക്ക് എക്സും വൈ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നമുക്ക് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി അനദർ റെക്റ്റാങ്കിൾ വിത്ത് ട്വൈസ് ദ ലെങ്ത്. അപ്പം ഞാൻ ഇവിടെ വേണമെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് വരച്ച് കാണിക്കാം. ഇപ്പോൾ ഒരു ചെറിയ റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നു. സോ ആ റെക്റ്റാങ്കിളിനെ നമ്മൾ എക്സും വൈ ഒക്കെ ആയിട്ട് എടുത്തു. ഓക്കെ, സോ എക്സും വൈ ഒക്കെ ആയിട്ട് എടുത്തെന്ന് വെച്ചോ. അടുത്ത വേറൊരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകം എന്തുവാ? ട്വൈസ് ദ ലെങ്ത്. ട്വൈസ് എന്ന് വെച്ചാൽ എന്തുവാ? 2 times ദ ലെങ്ത്. അപ്പം ലെങ്തിൻ്റെ 2 times എന്ന് വെച്ച് കഴിഞ്ഞാൽ 2x. പിന്നെ എന്തോ അവിടെ പറയുന്നത്? ആൻഡ് ത്രൈസ് ദ ബ്രെത്ത്. ബ്രെത്തിൻ്റെ 3 times. അപ്പോൾ 3y. ത്രൈസ് എന്ന് വെച്ചാൽ 3 times 3y. അതെന്ന് പറയുന്നത് ഹാസ് എ പെരിമീറ്റർ ഓഫ് 62 സെൻറ്റിമീറ്റർ. അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 62 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്ത് നിന്ന് നമുക്ക് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാം. സോ അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന വെച്ചിട്ട് സോ ദ ലെങ്ത് ഓഫ് ദ സെക്കൻഡ് റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു 2x. ലെങ്ത് എന്ന് പറയുന്നത് 2x ആണ്. ആൻഡ് ദ ബ്രെത്ത് ഓഫ് ദ സെക്കൻഡ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 3y. സോ പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എത്രാമത്തെ റെക്റ്റാങ്കിളാണ്? സെക്കൻഡ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എത്രയാണ്?
ദാറ്റ് ഈസ് ഈക്വൽ ടു 62 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത്ര നമുക്ക് ക്വസ്റ്റനിൽ പറഞ്ഞേക്കുന്നത് വെച്ചൊക്കെ നമ്മൾ എഴുതി. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 2 × L+B എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 62 ആണ്. അപ്പം 2 × L എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണ്? L എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2x തന്നിട്ടുണ്ട്, പ്ലസ് B എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണ്? 3y തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 62. അപ്പോൾ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്താലോ? ഈ 2ന് നമുക്ക് അകത്തേക്ക് ഇൻറ്റു ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ 2 × 2 എത്രയാണ്? നമുക്ക് 4x എന്ന് കിട്ടും. 4x പ്ലസ് 2 × 3 6y ദാറ്റ് ഈസ് ഈക്വൽ ടു 62. ഇക്വേഷൻ നമ്പർ 2. നമുക്ക് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കിട്ടി. നമുക്ക് ഇക്വേഷൻസ് എല്ലാം സെറ്റ് അല്ലേ? സോ ഇത് ഇത്രയും വൃത്തിയായിട്ട് ബുക്കിലേക്ക് എഴുതി വെച്ചേ. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പോവാണ്. പിന്നെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ, എല്ലാവേ കേട്ടോ, നോക്കി എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടും അല്ലേ? നമുക്ക് ഇനി ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ എഴുതുവാണ്. 2x-ഉം 2y-യും ഈക്വൽ ടു 26 ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. സെക്കൻഡ് ഇക്വേഷൻ എന്തുമായിരുന്നു? 4x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 62 ഇക്വേഷൻ നമ്പർ 2. ഇവിടെ നോക്കിയടാ, ഇത് കണ്ടോ? ഇവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ ക്വസ്റ്റനിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും വൈയും സെയിം നമ്പേഴ്സാണ് വന്നത്. 3y അങ്ങനെ കറക്റ്റായിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ 2x 4x 2y 6y അല്ലേ? ഒന്നും സെയിം നമ്പേഴ്സ് അല്ല, എല്ലാം ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് അല്ലേ? ഒരു ഇക്വേഷനിൽ നോക്കിയിട്ട് മറ്റേ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഡിഫറെൻറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് എന്തുവാ ചെയ്യേണ്ടത്? നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തിട്ട് ഇക്വേഷനെ തമ്മിൽ സെയിം ആക്കാൻ പറ്റുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പോൾ മനസ്സിലാകും. ഞാനിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. മൾട്ടിപ്ലൈ ഇക്വേഷൻ 1ലേക്ക് ഇൻറ്റു 2 ചെയ്യാൻ പോവാണ്. കാരണം എന്താടാ? ഇക്വേഷൻ 1ലേക്ക് 2 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇക്വേഷൻ 1ലേക്ക് ഞാൻ 2 ഇൻറ്റു ചെയ്ത് കൊടുക്കാൻ പോവാണ്. സോ 2 × 2, ഈ 2ലേക്ക് ഞാൻ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 4x പ്ലസ് പിന്നെ ഞാൻ 2 ഇൻറ്റു ചെയ്യണം. സോ 4y ഈസ് ഈക്വൽ ടു 26 × 2 എത്രയാ? എനിക്ക് 52 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇത് 5 ആണ് കേട്ടോ. എന്തുവാ അതിൻ്റെ ഇക്വേഷൻ? 4x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 52. ഇനി നോക്കിയേ, ഇവിടെയും 4x ഉണ്ട്, മേളിലും 4x ഉണ്ട് അല്ലേ? ഇതിന് വേണ്ടിയിട്ടാണ് സെയിം ആയിട്ട് കിട്ടണം. അപ്പോൾ 4x ആണെങ്കിൽ 4x, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് 6 ആക്കണമെങ്കിൽ 6 അല്ല വൈയുടെ പ്ലേസ് ആക്കണമെങ്കിൽ എനിക്ക് എന്ത് വെച്ച് ഇൻറ്റു ചെയ്യണം? ഇവിടെ 3 വെച്ച് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഈ y എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എനിക്ക് 6 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ എന്തെങ്കിലും എക്സോ വൈയോ നമ്മൾ എന്താക്കുക? സെയിം ആക്കുക. 2 ഇക്വേഷനിലും സെയിം നമ്പേഴ്സ് വരുത്തുക. അപ്പോൾ എനിക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 3 കിട്ടി. ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ 3 2ൽ നിന്ന് അങ്ങ് മൈനസ് ചെയ്യാൻ പോവാം. അപ്പോൾ ഞാനിങ്ങനെ എഴുതുവാണ്, സബ്ട്രാക്റ്റിംഗ് 2 - 3. ഇക്വേഷൻ 2 - 3 ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 - 3 ചെയ്താലും നമുക്ക് 2 ആദ്യം എഴുതാം. സോ 4x പ്ലസ് 6y ഇസ് ഈക്വൽ ടു 62. പിന്നെ 4x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 52. മൈനസ് ചെയ്യുവാണ്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ എല്ലാ സാധനവും മൈനസ് ആക്കി കൊടുക്കുക. ഓക്കെ, അവിടുത്തെ ഓപ്പോസിറ്റ് സൈൻ ആക്കി കൊടുക്കുക. അപ്പോൾ 4x വന്നു, നമുക്ക് കട്ട് ചെയ്ത് കളയാം, എൻ്റെ ആവശ്യമില്ല. ഇനി ഇത് മൈനസ് ചെയ്യാമല്ലോ. ഇവിടെ 6 ഇവിടെ 4 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? നമുക്ക് 2y എന്ന് കിട്ടും. ഇത് മൈനസ് ചെയ്താലോ നമുക്ക് 10 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് y ഇസ് ഈക്വൽ ടു വൈയുടെ വാല്യൂ മാത്രമായിട്ട് കണ്ടുപിടിക്കാം. 10 ഇവിടെ ഇൻറ്റു ആണ്, ഇപ്പോഴത്തെ വരാൻ എന്താവും? ഡിവൈഡ് ആവും. സോ y ഇസ് ഈക്വൽ ടു 10/2 ദാറ്റ് ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. വൈൻ്റെ വാല്യൂ നമുക്ക് 5 കിട്ടി. y എന്ന് വെച്ചാൽ എന്തായിരുന്നടാ? ബ്രെത്ത് നമുക്ക് 5 കിട്ടി. ഇനി നമുക്ക് ലെങ്ത് അല്ലേ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് എന്ത് ചെയ്യാം? ഞാനിവിടെ ഒരു ഡിവിഷൻ ഉണ്ടാക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈയുടെ വാല്യൂ എനിക്ക് ഇക്വേഷൻ 1 2 ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഏത് ഇക്വേഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ഇക്വേഷൻ നമ്പർ 1 തന്നെയാണ്. അപ്പം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് y ഇൻ ഇക്വേഷൻ 1. ഓക്കെ, വൈനെ ഞാൻ ഇക്വേഷൻ 1ലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം നോക്കിയേ, ഇക്വേഷൻ 1 എന്തുവായിരുന്നടാ? നമ്മുടെ 2x അതല്ലേ? 2x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 26. അതായത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1. അതിലേക്ക് ഞാൻ വൈയുടെ വാല്യൂ 5 അങ്ങ് ഇട്ട് കൊടുക്കാൻ പോവാം. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? 2x പ്ലസ് 2 ഇൻറ്റു വൈക്ക് പകരം നമുക്ക് 5 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 26.
അപ്പോൾ 2x പ്ലസ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക് 10 കിട്ടും ഇസിക്വൽ ടു 26. 2x ഇസിക്വൽ ടു ഈ 10 പ്ലസ് ആണ് അപ്പുറത്ത് വന്നിട്ട് മൈനസ് ആവും. സോ 26 മൈനസ് 10 2x ഇസിക്വൽ ടു മൈനസ് ചെയ്തേ എത്ര കിട്ടും 16. x ഇസിക്വൽ ടു 16 ഡിവൈഡ് ബൈ 2 കാരണം ഇവിടെ ഇൻറ്റു ആണ് അപ്പുറത്ത് വന്നിട്ട് ഡിവൈഡ് ആവും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടിയടാ ഡിവൈഡ് ചെയ്തേ 8 കിട്ടും. ഓക്കെ സോ എക്സിൻ്റെ വാല്യൂ കിട്ടി 8, വൈയുടെ വാല്യൂ കിട്ടി 5. നമുക്ക് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എന്ത് എഴുതാം therefore ലെങ്ത് ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ കിട്ടി എത്രയാ x ആൻഡ് ബി ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ 5. എത്ര ഉള്ളൂ? ഓക്കെ സോ നമ്മുടെ ആൻസർ കഴിഞ്ഞു. ലൈക്ക് നിങ്ങളിങ്ങനെയൊക്കെ എഴുതി വെക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് 2 ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ഒരു ടൈപ്പിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പോവാണ്. സോ നമുക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്ത് നമ്മുടെ ചാപ്റ്റർ നമ്മൾ ഇത്രയും നാളും പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ വരുമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് പാട്ടുമായിട്ട് കാണാം. താങ്ക്